നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശ്രുതി സച്ചിയുടെ ഫോൺ അങ്ങനെ അടിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ അതിനകത്തു നിന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ശ്രുതി എടുക്കുകയാണ്. പക്ഷെ സച്ചി ഇതൊട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം സച്ചി എന്ത് ചെയ്തു, പോക്കറ്റിനകത്ത് ഫോൺ നോക്കുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഫോൺ കണ്ടില്ല. അപ്പോഴേക്കും സച്ചിക്ക് അന്താളിപ്പോയി. തന്റെ ഫോൺ ഇത് എവിടെ പോയി എന്നൊരു ചിന്തയായിരുന്നു. വീടെല്ലാം അരിച്ചു പെറുക്കി നോക്കിയിട്ട് ഫോൺ അവിടെയെങ്കിലും കണ്ടില്ല. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ഇന്നലെ ചിലപ്പോൾ മദ്യവെച്ച് കഴിഞ്ഞപ്പോൾ ആ ഹോട്ടലിൽ എങ്ങാനും പോയിട്ടുണ്ടായിരിക്കും. അവിടെ വെച്ച് ചിലപ്പോൾ എല്ലാവർക്കും നല്ല പൂസായിരുന്നല്ലോ, ആ സമയത്ത് നഷ്ടപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് സച്ചി ഹോട്ടലിൽ പോയി നോക്കാൻ തീരുമാനിക്കുകയാണ്. ആ സമയത്ത് ശ്രുതിക്ക് ഭയങ്കര സന്തോഷം. ശ്രുതി നേരെ ആന്റണിയുടെ അടുത്തേക്ക് ചെല്ലുവേണം. ആന്റണിയുടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. അതെ, എനിക്ക് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് സച്ചിയുടെ ഫോണിനകത്തുനിന്ന് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആന്റണി വീഡിയോ കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ശ്രുതി കൊടുക്കാൻ തയ്യാറായില്ല. ശ്രുതി പറഞ്ഞു, വീഡിയോസ് തരണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ആദ്യം ചെയ്യണം. ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, അവൻ നവീൻ ദാസിനെ പിടികൂടണമെന്ന്. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ ഞാൻ ഈ വീഡിയോസ് തരില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആന്റണി തന്റെ ഗുണ്ടകളെ വിളിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗുണ്ടകൾ പോയി നവീൻ ദാസിനെ പിടികൂടുവാണ്. ഈ സമയത്ത് സച്ചി എന്ത് ചെയ്തു, അവിടെ ഹോട്ടലിൽ പോയി അവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ എങ്ങും ഫോണില്ല. അവര് പറഞ്ഞു വേറെ എവിടെയെങ്കിലും ആയിരിക്കും മിസ്സായിരിക്കുന്നത്. സച്ചിയുടെ പേടി അതല്ല, ആ ഫോണിനകത്ത് കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. ആ ഡീറ്റെയിൽസ് പ്രധാനപ്പെട്ട ഒന്നാണ് ആ വീഡിയോസ്. ആ ഫോൺ ആരുടെയും കയ്യിലെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് ലീക്കാവും. അത് പിന്നെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ആവും. അതായിരുന്നു സച്ചിയുടെ പേടി. മഹേഷിനോട് സച്ചി ഇക്കാര്യത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. അപ്പം മഹേഷ് സച്ചിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഹോട്ടലിൽ ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പം സച്ചിയോട് മഹേഷ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കംപ്ലൈന്റ് കൊടുക്കുന്ന സമയത്ത് പോലീസുകാരൻ ചോദിച്ചു, എത്ര രൂപയുടെ ഫോണാ എന്താന്നൊക്കെ ചോദിച്ചു. 10,000 രൂപയുടെ ഫോണായിരുന്നു, വാങ്ങിച്ചപ്പോൾ അത്ര രൂപയായിരുന്നു പറഞ്ഞു. 10,000 രൂപയുടെ ഫോണിനാണോ ഇത്രമാത്രം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, അതിനകത്ത് പല വിവരങ്ങളുണ്ട് സാർ. കാരണം ഞാനൊരു ടാക്സി ഡ്രൈവറാണ്, പല നമ്പറുകളും കാര്യങ്ങളൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ ഫോൺ കിട്ടിയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ, ഞങ്ങൾ നോക്കട്ടെ, കിട്ടുവാണെങ്കിൽ തരാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മഹേഷ് സച്ചിയും കൂടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മഹേഷിനോട് സച്ചി കാര്യം പറഞ്ഞു. എടാ വീഡിയോസ് അതിനകത്തുണ്ട് ശരത്തിന്റെ, ആളുടെ കയ്യിലെങ്കിലും ആ ഫോൺ കിട്ടിയാല് പിന്നെ വീഡിയോസ് ലീക്കാവും. മഹേഷ് പറഞ്ഞു, നീ പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അതേസമയം നവീൻ ദാസിനെ ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് വന്ന് ആന്റണിയുടെ മുന്നിലേക്ക് നിർത്തുക. ആ സമയത്ത് ശ്രുതിയും മീരി അങ്ങോട്ടേക്ക് മാറി. അവരവിടെ തന്നെ ഉണ്ടായിരുന്നു. അവര് വേറൊരു മുറിയിലേക്ക് മാറുവാണ്. അങ്ങനെ നവീൻ ദാസ് ചോദിച്ചു, എന്നെ ആരാ ഇങ്ങോട്ട് പിടിച്ചോണ്ടെന്നേ? അവന്റെ കണ്ണൊക്കെ മൂടിക്കെട്ടിയ സത്യം പറഞ്ഞു, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്നൊക്കെ ചോദിച്ചു. ആന്റണി പറഞ്ഞു, നിന്നെ കൊണ്ട് കുറച്ച് കാര്യം ഉണ്ടാ, നിനക്ക് മര്യാദയ്ക്ക് നടക്കാൻ മേലല്ലേ. കുറെ ഇടിയൊക്കെ കൊടുത്തു. ഒടുവിൽ അവനെ ഒരു ഇരുട്ടുമുറിയിലേക്ക് കൊണ്ടേ തള്ളുവാണ്. ആ സമയം ശ്രുതിയും മീരയും കൂടെ വന്നിട്ട് പറഞ്ഞു, അതെ അവനെ എന്താ ചെയ്തേന്ന് ചോദിച്ചു. അവനെ ഒരു മുറിയിലാക്കിയിട്ടുണ്ട്. മീര പറഞ്ഞു, അവന്റെ കൈയും കാലും തല്ലി ഓടിക്കണം, അവൻ എഴുന്നേറ്റ് നടക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അതിനൊക്കെ സമയമുണ്ട്, 2-3 ദിവസം അവൻ ആ ഇരുട്ടുമുറി കിടക്കട്ടെ. അവനെ ആരാ കൊണ്ടുവന്ന എന്താണെന്നും അവനിപ്പോ അറിയാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ പറയുന്ന പോലെയൊക്കെ കാര്യങ്ങളൊക്കെ നടത്താം. ഇനി എനിക്ക് ആ വീഡിയോ തരാൻ പറഞ്ഞു. അങ്ങനെ ഒടുവില് ആന്റണിക്ക് ആ വീഡിയോ അയച്ചു കൊടുത്തു ശ്രുതി. ആന്റണിക്ക് സന്തോഷമായി. ഇത് വെച്ചൊരു കളി കളിക്കാം എന്നൊരു ചിന്ത ആന്റണിയുടെ മനസ്സിലുണ്ട്. ഇതേ സമയം സച്ചി വീട്ടിലേക്ക് വന്നു രേവതിയോട് ഹോട്ടലിൽ ഫോണൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞു. ചന്ദ്രമതിയും രവീന്ദ്രനും കൂടെ അങ്ങോട്ട് വന്നു. രവീന്ദ്രൻ പറഞ്ഞു, നീ ഇവിടെയൊക്കെ നോക്കി വെച്ചാന്ന് പറഞ്ഞു. ചന്ദ്രമതിക്ക് കിട്ടിയ അവസരമല്ലേ കുറ്റപ്പെടുത്താനായിട്ട്. ചന്ദ്രമതി വെറുതെ വിടുവോ? ചന്ദ്രമതി പറഞ്ഞു, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു, അടിച്ച് ഫിറ്റായി കോൺ തെറ്റി നടക്കുമ്പോൾ ഓർക്കണം, ലെവലില്ലാതെ നടന്നല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഫോണൊക്കെ പോയെന്നിരിക്കും. എടാ കുറച്ചൊക്കെ ഒരിത് വേണം. അതെങ്ങനെയാ, എന്നും 4 കാലമല്ലേ വരുന്നതെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി. നിന്റെ കയ്യിലിപ്പോണ്ടാടാ നിന്റെ ഫോണും പോയെന്നൊക്കെ പറഞ്ഞ് കുറെ കിട്ടുകഴിഞ്ഞപ്പോ സച്ചിക്ക് നല്ല ദേഷ്യമായി. ഈ സമയത്ത് രേവതിയുടെ ഫോണിലേക്ക് മഹേഷ് വിളിച്ചിട്ട് പറഞ്ഞു, അതെ സച്ചിയോട് വരാൻ പറ, സച്ചിക്ക് ഒരു ഓട്ടം ഉണ്ടെന്ന് പറയണം. അപ്പൊ സച്ചിയുടെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. സച്ചിയെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് മഹേഷിനെ വിളിച്ചാണ്. അങ്ങനെ സച്ചി എന്ത് ചെയ്തു, രേവതിയോട് പറഞ്ഞു, അതെ ഞാൻ ഓട്ടം പോവാ, ലോങ് ഓട്ടമാ, നാളെ തിരിച്ചു വരത്തുള്ളൂ എന്ന് പറഞ്ഞു. രേവതിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം സച്ചിയുടെ ഈ ഫോണും കൂടെ ഇല്ലല്ലോ. സച്ചി പറഞ്ഞു, അതൊന്നും ഓർത്ത് പേടിക്കണ്ട. രവീന്ദ്രൻ പറഞ്ഞു, നീ എന്റെ ഫോൺ എടുത്തോണ്ട് പോയിക്കോളാൻ പറഞ്ഞു. വേണ്ട അച്ചാന്ന് പറഞ്ഞു. ഞാനേ
പോകുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് നിന്നെ ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം, നീ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ടേക്ക് പോകുന്നേ. പിന്നീട് രേവതി വീട്ടിൽ വന്ന് സച്ചിയുടെ ഫോൺ പോയ കാര്യങ്ങളൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ ശരത്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സച്ചിയേട്ടൻ ഒരു പുതിയ ഫോൺ വാങ്ങിച്ചുകൂടെ? അതെ, സച്ചിയേട്ടൻ വരുമ്പോഴത്തേനും എനിക്കൊരു പുതിയ ഫോൺ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. നീയും കൂടെ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? രേവതി ശരത്തിനെയും കൂട്ടിക്കൊണ്ട് പുതിയ ഫോൺ വാങ്ങിക്കാനായിട്ട് കടയിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ പോയി പുതിയ ഫോണൊക്കെ നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് ശരത്തിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ലീക്ക് ആവുന്നുണ്ടായിരുന്നു. അത് ആന്റണിയാണ് ലീക്കാക്കിയ ആള്. അയമന്റെ സോഷ്യൽ മീഡിയ കയറ്റി അപ്ലോഡ് ചെയ്തിടുവാണത്. ആ വീഡിയോസ് എല്ലാവരുടെ കയ്യിൽ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ വരില്ലേ, ചന്ദ്രമതിയുടെ ഭാഗം തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്നേ. അതിൽ ആന്റണിയുടെ മുഖം വ്യക്തമല്ല, പക്ഷെ എങ്കിൽ ശരത്തിന്റെ മുഖം വ്യക്തമാണ്. അങ്ങനെ എന്ത് ചെയ്തു? ശരത്ത് ഫേമസ് ആവുകയാണ്. ഈ സമയത്ത് ശ്രുതി ഇത് കണ്ടു. ശ്രുതിയുടെ അടുത്തേക്ക് മീര വന്നിട്ട് മീരയാണ് കാണിച്ചു കൊടുക്കുന്നത്, നിങ്ങൾ നോക്കാനും പറഞ്ഞുകൊണ്ട്. ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ മീര പറഞ്ഞു, കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ നീ കാണിക്കുന്നേ, ഇങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ല. ഇതിന്റെ പേരിന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എന്ന് ചോദിച്ചു. പ്രശ്നം ഉണ്ടാവട്ടെ, എന്തേലൊക്കെ പ്രശ്നം ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് പറഞ്ഞു. ഒടുവിൽ ഇതെല്ലാരും ഒന്ന് അറിയിക്കണമല്ലോ ശ്രുതിക്ക്, ചന്ദ്രമതിയെ ശ്രുതിയൊക്കെ അറിയിക്കണം. അതിനുവേണ്ടി ശ്രുതി നേരെ എന്ത് ചെയ്തു? കടയിലേക്ക് ചെല്ലുവാണ്. അവിടെ ശ്രുതി ഉണ്ടായിരുന്നു. പിന്നീട് ശ്രുതിയോട് കാര്യങ്ങൾ പറയണം. ശ്രുതി, എന്നാലും ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ശരത്ത് ഇങ്ങനെയുള്ള ഒരുത്താണെന്ന് എനിക്ക് അറിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. കാര്യം എന്താന്ന് ചോദിച്ചു. ഒരു വീഡിയോ ഒക്കെ ലീക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ദേ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇതാ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് ആ വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ഇവനോ അമ്മയുടെ ഭാഗ്യം ഇവൻ തട്ടിപ്പറിച്ചില്ലേ, അങ്ങനെയാണിത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അമ്മയ്ക്ക് ഇത് അറിയാവുന്ന ചോദിച്ചു. ഇല്ലാന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് അമ്മയെ കൊണ്ടേ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് നേരെ ശ്രുതി വീട്ടിലേക്ക് പോകുവാണ്. ഇതേ സമയത്ത് രേവതിയോ ശരത്തൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഫോൺ വാങ്ങി രേവതി പൈസയെ കൊടുത്തു കഴിഞ്ഞു. അപ്പോഴേക്കും ശരത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, സിമ്മ് വേണമല്ലോ, സിമ്മ് വാങ്ങണമല്ലോ, ഒരു സിമ്മ് വാങ്ങാന്ന് പറഞ്ഞു. ചേച്ചി ഒരു കാര്യം ചെയ്ത് വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? രേവതി വീട്ടിലേക്ക് പോയി. ഇതേ സമയത്ത് ശ്രുതിയും കൂടെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ഉണ്ടായിരുന്നു അവിടെ. ചന്ദ്രമതിയെ വീഡിയോ കാണിക്കുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് സഹിച്ചില്ല. ചന്ദ്രമതി ചോദിച്ചു, ഇതെന്താന്ന് ചോദിക്കുകയാണ്. അതെ, അമ്മയുടെ പണം അടിച്ചു മാറ്റിയത് അവനാന്ന് പറയണം. ശരത്ത്, ഓഹോ, എന്നിട്ട് അവൻ ഇത്രയും കാലം നല്ലപോലെ ചമച്ചുകൊണ്ട് തരണം തന്റെ മുന്നിൽ. അവനും അവന്റെ വീട്ടുകാർക്കും ഇതാ പണിയും തോന്നെ, അടിച്ചു മാറ്റില്ല. എന്നാലും ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇത്രയും കാലം തന്നെ പറ്റിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഭയങ്കര ദേഷ്യപ്പെടുവാണ്. ശ്രുതി പറഞ്ഞു, വെറുതെ വിടല്ലമ്മേ, അവളും അവളുടെ വീട്ടുകാരും കണക്കാ, കണ്ടില്ലേ, മോഷണം അവരുടെ തൊഴിലെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അങ്ങോട്ട് പറഞ്ഞു. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, സമനില തെറ്റുന്ന പോലെ തോന്നി. ആ സമയത്ത് ശരത്ത് സിമ്മൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വഴിക്ക് വെച്ച് ആന്റണിയെ കാണുന്നേ. അപ്പോഴേക്ക് ശരത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ലീക്കായി കാര്യം. ആന്റണി അവനോട് പിന്നീട് സംസാരിക്കുന്ന സമയത്ത് ആന്റണി പറഞ്ഞു, എടാ നിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ലീക്കായി, ഇനിയിപ്പം നീ എന്നോടൊപ്പം നിന്നിട്ടേ കാര്യമുള്ളൂ. അതിനോടൊപ്പം ശരത്ത് പറഞ്ഞു, ചേട്ടാ വെറുതെ എന്നെ അടുത്തേക്ക് വരേണ്ട കാര്യമില്ല, ഞാൻ എന്തായാലും നിങ്ങളുടെ ഗ്യാങ്ങിൽ കൂടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആന്റണി പറഞ്ഞു, എടാ നിനക്ക് ഇനിയിപ്പോൾ ഒരു പിടിച്ചെലുപ്പ് ഉണ്ടാകത്തില്ല, നീ എന്നോടൊപ്പം നിന്നാൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളെന്ന് പറഞ്ഞു. പക്ഷെ എങ്കിൽ ശരത്ത് സമ്മതിച്ചില്ല. ആന്റണി പറഞ്ഞു, ഇതൊക്കെ ആ സച്ചിയുടെ വേലയാന്ന് പറഞ്ഞു. ശരത്ത് പറഞ്ഞു, സച്ചിയുടെ ഫോൺ മിസ്സായതാന്ന് പറഞ്ഞു. പിന്നെ മിസ്സായതൊന്നും അല്ല, അതവന് ഒളിപ്പിച്ചു വെച്ചിട്ടേ നിനക്കിട്ട് പണി തരുന്ന, ഇനിയെങ്കിലും നീ എന്നോടൊപ്പം കൂടിയില്ലെങ്കിൽ നിനക്കിട്ട് പണി കിട്ടുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ശരത്തിന് നല്ല ദേഷ്യവും സങ്കടമായിരുന്നു. ശരത്ത് പറഞ്ഞു, വേണ്ട, ഇനി കൂടുതലൊന്നും ചേട്ടൻ പറയുമൊന്നും വേണ്ട, ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളോടൊപ്പം വരാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. ആന്റണിക്ക് നല്ല ദേഷ്യമായി. ശരത്ത് അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോവുകയും ചെയ്തു വീട്ടിലേക്ക്. ഈ സമയത്ത് ചന്ദ്രമതി ദേഷ്യത്തോട് കൂടിയിട്ട് രേവതിയുടെ അടുത്തേക്ക് വരണം. അപ്പൊ രേവതിയുടെ വീട്ടിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശരത്ത് അങ്ങോട്ടേക്ക് വന്നു. സിമ്മൊക്കെ വാങ്ങിച്ച് രേവതിയെ കൊടുത്തു. രേവതി ചേച്ചി ആ ഫോണിനകത്ത് സിം ഇട്ട് നോക്കാൻ പറഞ്ഞിട്ട് ശരത്ത് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കുമാണ് ചന്ദ്രമതിയുടെ വരവ്. ചന്ദ്രമതിയുടെ കൂടെ ശ്രുതിയും ഉണ്ടായിരുന്നു. ചന്ദ്രമതി കലി തുള്ളി വന്നിട്ട് ചോദിച്ചു, അവനെന്തിയെ, ആ ശരത്ത് എന്തിയെന്ന് ചോദിച്ചു. രേവതി ചേച്ചി, എന്താമേ കാര്യം, എന്താന്ന് ഞാൻ അവനോട് ചോദിച്ചോളാം. പിന്നീട് നേരെ ശരത്തിന്റെ മുറിയിലേക്ക് കയറിച്ചെന്നു. ശരത്ത് മുറിയിലുണ്ടായിരുന്നു. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് വലിച്ചിറക്കിയിട്ട് അവനെ അടിക്കുവാണ്. കാര്യം എന്താന്ന് ലക്ഷ്മിയമ്മയ്ക്കോ ദേവുനൊന്നും മനസ്സിലായില്ല. അവരൊക്കെ തടസ്സം പിടിക്കുന്നുണ്ട്. ഒടുവില് ചന്ദ്രമതി പറഞ്ഞു, ഇവൻ എന്താ ചെയ്തതെന്ന് നിനക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. രേവതി പറഞ്ഞു, എന്റെ അഞ്ജനെ ഇനി തല്ലല്ലെന്ന് പറഞ്ഞു. തല്ലി നീ എന്തു ചെയ്യണമെന്ന് ചോദിച്ചോണ്ട് വീണ്ടും തല്ലുവാണ്.
രേവതി കയറി ചന്ദ്രമതിയുടെ കൈ അങ്ങ് തടഞ്ഞു. എന്റെ അനുജനെ തല്ലിയെ ഞാൻ വെറുതെ കണ്ടുകൊണ്ട് നിൽക്കില്ല എന്ന് പറഞ്ഞു. കാര്യം എന്താ വെച്ചാൽ പറയാൻ പറഞ്ഞു. ഇവൻ എന്താ ചെയ്തെന്ന് നിൽക്കുന്നു അറിയത്തില്ലല്ലേ, കാണാനും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ ഫോണിനകത്തെ വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. ഇത് കണ്ടു കഴിഞ്ഞപ്പം രേവതി ലക്ഷ്മിയമ്മ എല്ലാവരും ഞെട്ടി. അവരൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല. നിങ്ങൾ കള്ളക്കൂട്ടങ്ങളല്ലേ, നിങ്ങളെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഞാൻ എല്ലാത്തിനും ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞു. അവിടെ ഒരു ശരത്തിനെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ്. ഇങ്ങോട്ടേക്ക് വാടാ, ഇന്ന് നിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഹാജരാക്കിയിട്ടുള്ളൂ, നീ അകത്ത് കിടക്കേണ്ടവനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ദേവു ഒക്കെ കയ്യെ കയറി പിടിച്ച് ചന്ദ്രമതിയുടെ വിടാനും പറഞ്ഞുകൊണ്ട്. പക്ഷെ വിടാൻ കൂട്ടാക്കിയില്ല. അപ്പോഴേക്കും ഹൗസ് ഓണർ വന്നു. എന്താ ഇവിടെ കിടന്ന് പ്രശ്നം? നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാണ്ട് പുറത്തിറങ്ങി പോണം, ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല, ഇതെന്റെ വീടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയോട് കുറെ ദേഷ്യപ്പെട്ടു. ഒടുവില് ചന്ദ്രമതി ഇറങ്ങി പോവാണ്. ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് ശരത്ത് വല്ലാതെ ഏപ്പി. ശരത്ത് രേവതിയുടെ കാലിലേക്ക് വീഴുവാണ്. ചേച്ചി, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്താന്നൊക്കെ ചോദിച്ചോണ്ട് ദേഷ്യപ്പെടുവാണ്. ചേച്ചി, അത് പിന്നെ എടാ, ഇതൊക്കെ സച്ചേട്ടൻ അറിഞ്ഞു കഴിയുമ്പോ എന്താവും നിന്നെ അറിയാവോ, നിന്നെ കുറിച്ച് എത്ര പ്രതീക്ഷയായിരുന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ശരത്ത് ആ സത്യങ്ങൾ പറയണേ. ചേച്ചി, സച്ചേട്ടൻ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ അറിയാം. എന്തറിയാന്ന്? സച്ചേട്ടന്റെ ഫോണിനകത്ത് ഈ വീഡിയോസ് ഉണ്ടായിരുന്നു, അങ്ങനെ ആ ലീക്കായെന്ന് എനിക്ക് തോന്നണേ. ആ സച്ചേട്ടൻ ഇതൊക്കെ അറിഞ്ഞോണ്ടാ ഇരുന്നേന്ന് പറഞ്ഞു. അറിഞ്ഞോണ്ടോ? അതെ, സച്ചേട്ടന് മുമ്പേ അറിഞ്ഞ, അതുകൊണ്ടാണ് സച്ചേട്ടൻ എന്റെ കൈ തിരിച്ചൊടിച്ചതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അവരൊക്കെ ഞെട്ടിപ്പോയി. ലക്ഷ്മിയമ്മ ഒരു ദൈവമേ, എന്നിട്ട് ആ പാവത്തിനെ എല്ലാരും കൂടെ കുറ്റപ്പെടുത്തി. രേവതി പറഞ്ഞു, അതെ, ഞാൻ സച്ചേട്ടനെ ഒറ്റപ്പെടുത്തി, സച്ചേട്ടൻ ഇവന്റെ കൈ ഒടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ ഞാൻ സച്ചേട്ടനെ പറഞ്ഞു. ഇതാണോ കാരണം? ദൈവമേ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കെല്ലാം ആകെപ്പാടെ വിഷമായിപ്പോയി. എല്ലാരും കുറ്റപ്പെടുത്തുന്നുണ്ട്. അവനെ ശരത്തിനെ കുറ്റപ്പെടുത്തുകയാണ്. ഇതേ സമയത്ത് ചന്ദ്ര വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിൽ കിടന്ന് ഒച്ചപ്പാടും ബഹളമാണ്. രവീന്ദ്രനാണ് ഒന്നും മിണ്ടാൻ പോലും പറ്റില്ല. രവീന്ദ്രനോട് പറഞ്ഞു, ഇപ്പം മനസ്സിലായല്ലേ മരുമോളുടെ ഗുണം എന്താന്ന്, നിങ്ങൾ കൊണ്ടുവന്ന ഒരു ബന്ധം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു കുറെ ചീത്ത പറയണം. രവീന്ദ്രനൊന്നും മിണ്ടാതിരിക്കുക. പക്ഷെ ഇതൊന്നും അറിയത്തില്ലാതെയാണ് സച്ചി ഓട്ടോ ഒക്കെ പോയിട്ട് വീട്ടിലേക്ക് വരുന്നേ. സന്തോഷത്തോടെ വന്നു കഴിഞ്ഞപ്പോഴാണ് സച്ചി ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്, വീഡിയോസിന്റെയും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സച്ചിക്ക് സഹിച്ചില്ല. സച്ചി പറഞ്ഞു, അതെ, എനിക്ക് രേവതിയുടെ അടുത്തേക്ക് പോകണം, രേവതി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കല്ല, ഈ വീട്ടിൽ കാല് കുത്തിയേക്കല്ലെന്ന്. കണ്ട കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഒന്നും താമസിക്കാനുള്ള വീടൊന്നും അല്ലത്, എന്റെ വീടാന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെട്ടു. സച്ചി വിളിക്കുകയാണ്. ഇതങ്ങനെ ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി നിൽക്കുകയാണ്. സച്ചി പറഞ്ഞു, എന്റെ ഭാര്യ അവളെങ്കിൽ അവളെ ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും, അതിനിപ്പം നിങ്ങളെന്നല്ല ആര് തടസ്സം നിന്നാലും കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചിട്ട് സച്ചി അങ്ങോട്ടേക്ക് പോയി. ചന്ദ്രമതിക്ക് കട്ടക്കലിപ്പായി. ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ അവരൊക്കെ ഈ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. അവരെന്തൊരു കാര്യം തീരുമാനിച്ചു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. ഒടുവില് ശരത്തിനെ പൊക്കാനായിട്ട് പോലീസുകാർ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ പറഞ്ഞ സമയത്ത് ശരത്ത് പോയി ഒളിച്ചിരുന്നു. ടെറസിന്റെ മുകളിൽ പോയി ഒളിച്ചിരിക്കുവാണ്. അങ്ങനെ ശരത്തിനെ കുറിച്ച് വന്ന് ചോദിക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വരുന്നേ. പിന്നീട് പോലീസുകാർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, സാറേ, ഇത് രണ്ട് കുടുംബങ്ങൾ നമ്മളുടെ പ്രശ്നമാണ്, ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യുന്നവനല്ല. അവനെ കുറെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പം അവൻ ആ ഭാഗം മോഷ്ടിച്ച, പക്ഷെ ആ പൈസയൊക്കെ തിരിച്ചു കൊടുത്തതാ. അപ്പൊ സച്ചി കൊണ്ടേ പോലീസുകാർ കൊടുത്താന്ന് പറഞ്ഞ് പൈസയൊക്കെ ചന്ദ്രമതിക്ക് മുമ്പ് കൊടുത്തായിരുന്നല്ലോ, അതത്രേ ഉള്ളൂ, ഇത് കേസൊന്നും ആക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കേസാക്കാതിരിക്കാൻ പറ്റില്ല, അവന് വലിയ കള്ളനാണോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ, നാളെ സമൂഹം പലതും പറയും, ഞങ്ങൾ അവനെ കസ്റ്റഡി എടുത്തില്ല എന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ട് അവനെ ഞങ്ങൾക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞു ഒരു വ്യക്തി പോലീസുകാരെ പറഞ്ഞു വിട്ടു. ആ സമയത്ത് രേവതിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. രേവതി പറഞ്ഞു, സച്ചേട്ടൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. സച്ചി പറഞ്ഞു, അവൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അങ്ങനെ ടെറസിന്റെ മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും ശരത്ത് അവിടുന്ന് ഓടിയിട്ട് അവിടെ ആ ടെറസിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. ഞാനിവിടുന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സച്ചി പറഞ്ഞു, എടാ നീ താഴെ ഇറങ്ങാൻ പറഞ്ഞു. ഇല്ലാന്ന് പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് വരണ്ട, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും, എനിക്ക് വയ്യ നാണം കെടാനായിട്ട്, ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും പേടിയോടുകൂടി നിൽക്കുകയാണ്. അപ്പോഴേക്ക് സച്ചിയോട് നിങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അവൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ശരത്തോടെ എൻ്റെ അടുത്തേക്ക് വരില്ല, ഞാൻ ചാടുമെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, എടാ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്ര നിസ്സാര കാര്യത്തിന് നീ ആത്മഹത്യയിൽ എങ്ങനെ ശരിയാന്നേ? എടാ ഇവിടുന്ന് ചാടിയാൽ നിനക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, 1-2 എല്ലൊക്കെ ഒടിയത്തുള്ളൂ, നിന്റെ കൈയുടെ ഒരു എല്ലാം ഒടിഞ്ഞു കഴിഞ്ഞപ്പോൾ നിനക്ക് സഹിക്കാൻ പറ്റിയില്ല, പിന്നെ എത്ര വലിയ വേദന നീ എങ്ങനെ സഹിക്കൂന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒടുവിൽ പറഞ്ഞ് സച്ചി അവന്റെ അടുത്തെത്തി. അവന്റെ മനസ്സ് മാറ്റി അങ്ങനെ അടുത്തെത്തിയിട്ട് പെട്ടെന്ന് തന്നെ പിടിച്ച് താഴേക്ക് ഇടുവാണ്. അല്ലായിരുന്നെങ്കിൽ അവന് താഴേക്ക് ചാടിയണം. കൃത്യസമയത്ത് തന്നെ സച്ചി ഇടപെട്ടുകൊണ്ട് അവനെ രക്ഷിക്കാനായിട്ട് പറ്റി. അങ്ങനെ
സച്ചി ശരത്തിന്റെ ജീവൻ രക്ഷിക്കുകയാണ്. എല്ലാവരും കൂടെ ഭയങ്കര കരച്ചിലായിരുന്നു. ആ സമയം ശരത്തിനോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക, എന്ത് വന്നാലും ഞാനല്ലേ കൂടെ എന്ന് ചോദിച്ചു. രേവതിയോട് പറഞ്ഞു, വാ എന്ന് പറഞ്ഞ് രേവതിയെ ശരത്തിനെയും കൂട്ടി സച്ചി അവിടെ നിന്ന് ഇറങ്ങുവാണ്. ശരത്തിനെ രക്ഷിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.